നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് സമ്മർ കെയർ ടിപ്സാണ്. ആദ്യം ഞാനൊരു ഫേസ് വാഷാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1 മന്തായിട്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ വേണം, ഡീറ്റെയിൽസ് വേണം എന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്ന ഫേസ് വാഷ്. ഇത് ബയോഡെർമയുടെ സെബം ഫേസ് വാഷാണ്. ഇത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് വാഷാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഓയിലി ആകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ഫേസ് വാഷാണ്. ഡീറ്റെയിൽസ് ഒക്കെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് പാരബൻ ഫ്രീ ആണ്, സോപ്പ് ഫ്രീ ആണ്, ഒരുപാട് കെമിക്കൽസ് ഒന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക, ഇത് ആക്നി പ്രോൺ സ്കിന്നാണ് നിങ്ങളുടെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഫേസ് വാഷാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലി സ്കിന്നിന് വളരെ കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സെറ്റഫിലിൻ്റെ ഓയിലി സ്കിൻ ക്ലെൻസറാണ്. അതിൻ്റെയും കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. അപ്പോൾ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ആക്നി പ്രോൺ സ്കിന്നാണ് നിങ്ങളുടെയെങ്കിൽ ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. സെറ്റഫിൽ ആക്നി കൺട്രോൾ ചെയ്യുകയൊന്നുമില്ല, പക്ഷേ ഇത് ആക്നിയെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്കിന്നിൽ വരുന്ന നാച്ചുറൽ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ നല്ലോണം കുറയ്ക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ സമ്മറിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ഫേഷ്യൽ സ്ക്രബും ഒരു ഫേസ് മാസ്കുമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫേസ് സ്ക്രബ് ഉണ്ടാക്കാം. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് കുക്കുംബറാണ്, വെള്ളരിക്ക. കുക്കുംബറിനെ നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ, പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കറിയാം, കുക്കുംബർ ശരിക്കും വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു സംഭവമാണ്. ഒരു കൂളിംഗ് ഏജൻ്റായിട്ട് ശരിക്കും വർക്ക് ചെയ്യും. നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ DIYസിലൊക്കെ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശരിക്കും സ്കിൻ നറിഷിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കുക്കുംബർ. അപ്പോൾ നിങ്ങൾ എല്ലാ ഫേസ് പാക്കിലും ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതലുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കൊടുക്കുക. നോസിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ചിന്നിൻ്റെ അവിടെയും ഒക്കെയാണ് കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കാണുന്നത്. ആ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ നല്ല ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടൈംസ് ഒക്കെ സ്ക്രബ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കഴുകി കളയാം. ഇനി അടുത്ത ഞാനൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത്. ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അതിനും വേണ്ടത് ഈ കുക്കുംബർ പേസ്റ്റ് തന്നെയാണ്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ പാലാണ് കേട്ടോ. ഇനി നിങ്ങളുടേത് ഭയങ്കര ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. അല്ല, ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ തേൻ യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ, ലെമൺ, ഇങ്ങനെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒരെണ്ണം, ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആക്കും സ്കിന്ന്. ബ്രൈറ്റൻ ചെയ്യിക്കുന്നതിനോടൊപ്പം നല്ല സോഫ്റ്റ് ആക്കുകയും കൂടി ചെയ്യും. ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീക്ക്ലി നമുക്ക് ഒരു 2 ടൈംസ് ഒക്കെ ധൈര്യമായിട്ട് ചെയ്യാം. വളരെ മൈൽഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതാണ് വാഷ് ചെയ്തിട്ടുള്ള ഫേസ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പ്ലീസ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഇനി അടുത്ത കുറച്ച് ഹെയർ കെയർ ടിപ്സാണ്. ആദ്യം തന്നെ ഒരു ഹോട്ട് ഓയിൽ മസാജാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റൗവിൽ കാണിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും ഓയിൽ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് ചൂടാക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവുമെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. വീട്ടിലുള്ള ആരെങ്കിലും ഇതുപോലെ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ പറയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. വീക്ക്ലി വൺസ് മതി. അതിനുശേഷം നമുക്കൊരു ഷാമ്പു വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളയാം.
പിന്നെ കുളി കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യുക. പിന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റഡ് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പ്ലമ്മിൻ്റെ പ്രോഡക്ട്സാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത്. ടോണറും മോയ്സ്ചറൈസറും പ്ലമ്മിൻ്റെയാണ്. പിന്നെ മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് എടുത്താൽ മതി. ജസ്റ്റ് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ കൂടി ഈ ഒരു സമ്മർ ടൈമിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സ്കിൻ കെയറിൻ്റെ കാര്യം. പിന്നെ നമ്മൾ എത്രയൊക്കെ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെയും ഉണ്ട്. അതായത് നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിറയെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിൽ തന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ്, സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തൈര് നമ്മുടെ ഒരു ഫുഡിൽ എപ്പോഴും എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നല്ല തണുപ്പ് തരുന്ന, നമ്മുടെ ബോഡിക്ക് തണുപ്പ് തരുന്ന ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കഴിക്കുമ്പോൾ വൈറ്റമിൻ സി കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെയൊക്കെ ഈ ഒരു സമ്മർ ടൈമിൽ ശ്രദ്ധിക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്